Theorem 4.9. The linear congruence Ax congruent to B mod M is solvable if and only if D divides B, where D is equal to GCD of A, M. If D divides B, then it has D incongruent solutions. ഇപ്പോൾ ഒരു ലീനിയർ കോൺഗ്രുവൻസ് സോൾവബിൾ ആവണമെങ്കിൽ അതിൻ്റെ ജി സി ഡി ഏതിൻ്റെയൊക്കെയാണ് എയിൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി. എക്സ് കോൺഗ്രുവൻ്റ് ബി മോഡ് എം ആണെങ്കിൽ എയിൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി കൊണ്ട് ബീനെ ഡിവൈഡ് ചെയ്യാൻ കഴിയണം. ഇനി ഡി ഡിവൈഡ്സ് ബി ആണെങ്കിൽ ഇറ്റ് ഹാസ് ഡി ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ്. അപ്പോൾ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അത് ട്രിവിയലാണ്, നമുക്ക് പ്രത്യേകിച്ച് അത് പ്രൂവ് ചെയ്ത് എടുത്ത് കൊണ്ടുവരേണ്ട കാര്യമല്ല. നമുക്ക് അങ്ങനെ ഒരു റിസൾട്ടുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള എല്ലാം ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പം ഇതുമായിട്ട് കോൺഗ്രുവൻ്റ് അല്ലാത്ത സൊല്യൂഷൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ജി സി ഡി എത്രയാണോ അത്രയും ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മളുടെ തിയറം പറയുന്നത്. പ്രൂഫിലേക്ക് പോവാം. ദ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം ഈസ് ഈക്വലൻ ടു ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എ എക്സ് മൈനസ് എം വൈ ഈക്വൽ ടു ബി. ഓക്കെ, ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് മൈനസ് എം വൈ ഈക്വൽ ടു ബി എന്ന് എഴുതാം. കാരണം ഇത് നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ, എ എക്സ് കോൺഗ്രുവൻ്റ് ബി മോഡ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് എഴുതാൻ പറ്റും. ഈക്വൽ ടു, അതായത് എ എക്സ് മൈനസ് ബി ഈക്വൽ ടു ഒരു എം ഇൻറ്റു വൈ എന്ന് എഴുതാം. അതിൽ നിന്നാണ് നമുക്ക് എ അറേഞ്ച് ചെയ്യുമ്പോൾ എ എക്സ് മൈനസ് എം വൈ ഈക്വൽ ടു ബി എന്ന് കിട്ടുന്നത്. സോ ദ കോൺഗ്രുവൻസ് ഈസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സോൾവബിൾ. ഇപ്പോൾ ഒരു കോൺഗ്രുവൻസ് ഈ കോൺഗ്രുവൻസ് സോൾവബിൾ ആവണമെങ്കിൽ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവബിൾ ആവണം. ഓക്കെ, ബട്ട് ബൈ തിയറം 3.19 ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി. ഓക്കെ, അപ്പോൾ തിയറം 3.19 അത് നമുക്ക് പഠിക്കാനുള്ളതല്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണെന്ന്. തൽക്കാലം അത് 3.19 വെച്ചിട്ട് കിട്ടുന്നു എന്ന് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ തരാം, നോട്ടും തരാം, എല്ലാം തരാം. ബൈ തിയറം 3.19 ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി. ഓക്കെ, അപ്പോൾ 3.19 എന്ന് പറഞ്ഞ തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടും ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് മൈനസ് എം ഐ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് സോൾവബിൾ ആവണമെങ്കിൽ ഡി ഡിവൈഡ്സ് ബി ആയിരിക്കണം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കോൺഗ്രുവൻസിലേക്ക് മാറ്റുമ്പോൾ ഈ ഇക്വേഷൻ്റെ സോൾവബിലിറ്റിയും ഈ കോൺഗ്രുവൻറ്റിൻ്റെ സോൾവബിലിറ്റി ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവബിൾ ആവണമെങ്കിൽ ജി സി ഡി ഡിവൈഡ്സ് ബി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻ്റ് ബി മോഡിയും സോൾവബിൾ ആവണമെങ്കിൽ ഡി ഡിവൈഡ്സ് ബി ആയിരിക്കണം. വെൻ ഡി ഡിവൈഡ്സ് ബി, the linear differential equation has infinitely many solutions given by when D divides B, the linear differential equation has infinitely many solutions given by x is equal to x naught a plus m by d into t, comma y is equal to y naught a plus a by d into t. ഇതും ഈ പറഞ്ഞ തിയറത്തിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എ പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി, വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് എ പ്ലസ് എ ബൈ ഡി ഇൻറ്റു ടി, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് ആ തിയറത്തിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ദി കോൺഗ്രുവൻസ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അപ്പോൾ ഇത് തന്നെയാണ് ആ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻസും. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എ പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി വേർ എക്സ് നോട്ട് ഇസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എക്സ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു സൊല്യൂഷനായി എക്സ് എങ്ങനെ കിട്ടും? എക്സ് നോട്ട് എ പ്ലസ് എമ്മും ഡിയും എല്ലാം അറിയാമല്ലോ, എം ബൈ ഡി ഇൻറ്റു ടി. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്. To find the number of incongruent solutions when the congruence is solvable. ഇപ്പോൾ ഈ കോൺഗ്രുവൻസ് സോൾവബിൾ ആവണമെങ്കിൽ, അതായത് ഡി ഡിവൈഡ്സ് ബി ആണെങ്കിൽ സോൾവബിൾ ആവുമല്ലോ. അപ്പം ഇൻകൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി വൺ, എക്സ് ടു ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എ പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി ടു ആർ ടു കോൺഗ്രുവൻസ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് കോൺഗ്രുവൻസ് സൊല്യൂഷൻസ് എടുത്തു. ഇപ്പോൾ എക്സ് നോട്ട് എ പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി വൺ കോൺഗ്രുവൻ്റ് എക്സ് നോട്ട് എ പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി ടു മോഡ് എം. സബ്ട്രാക്ടിങ് എക്സ് നോട്ട്, രണ്ടിടത്തു നിന്ന് എക്സ് നോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എം ബൈ ഡി ഇൻറ്റു ടി വൺ കോൺഗ്രുവൻ്റ് എം ബൈ ഡി ഇൻറ്റു ടി ടു എന്ന് കിട്ടും. ഇനി എം ബൈ ഡി എമ്മിനെ ഡിവൈഡ് ചെയ്യുമല്ലോ,
ബൈ തിയറം 4.7 നമുക്ക് പറയാം. 4.7 റെഫർ ചെയ്യണം. അപ്പോൾ M/D എമ്മിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് T1 കോൺഗ്രുവൻറ്റ് T2 മോഡ് M/D എന്ന് പറയാം. M/D എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് M അങ്ങ് പോയിട്ട് D എന്ന് കിട്ടും. Thus the solutions x1 and x2 are congruent if and only. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കോൺഗ്രുവൻ്റ് ആണെന്ന് എടുത്തപ്പോൾ T1 കോൺഗ്രുവൻറ്റ് T2 മോഡ് M എന്ന് കിട്ടി. ദാറ്റ് ഈസ് if and only T1 and T2 belong to the same congruence class modulo D. സെയിം കോൺഗ്രുവൻസ് ക്ലാസ്സിൽ വരുമ്പോൾ മാത്രം. ഇൻ അതർ വേർഡ്സ്, അതായത് x0 പ്ലസ് M/D ഇൻറ്റു ടി, ഈ ടീക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് രണ്ടെണ്ണം കോൺഗ്രുവൻ്റ് ആണെങ്കിൽ കിട്ടുന്ന സൊല്യൂഷൻസും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻകോൺഗ്രുവൻ്റ് ആയിട്ടുള്ളതല്ലേ വേണ്ടത്. ഇൻ അതർ വേർഡ്സ്, ദേ ആർ ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ബിലോങ് ടു ഡിസ്റ്റിങ്ക്ട് കോൺഗ്രുവൻസ് ക്ലാസ്സസ്. ഇനി ബൈ കൊറോളറി 4.2 there are exactly D incongruent classes modulo D. കൊറോളറി 4.2 വെച്ചിട്ട് ഇതെല്ലാം നേരത്തെ പഠിക്കുന്ന റിസൾട്ടുകൾ വെച്ചിട്ടാണ്. there are exactly D incongruent classes modulo D ഉണ്ട്. അപ്പോൾ മോഡുലോ ഡിയിൽ D incongruent ക്ലാസ്സസ് ഉണ്ട്. therefore the linear congruence when solvable has, അപ്പോൾ ഈ ഓരോ ക്ലാസ്സിലെയും D ഇൻകോൺഗ്രുവൻ്റ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ആ ഓരോ ക്ലാസ്സിലെയും ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സൊല്യൂഷൻസ് കിട്ടുമല്ലോ. അപ്പോൾ എത്ര എണ്ണം കിട്ടും? ഡിഫറൻ്റ് ആയിട്ടുള്ള D എണ്ണം കിട്ടും. അത് ഗിവൺ ബൈ x = x0 പ്ലസ് M/D ഇൻറ്റു T വേർ 0 ലെസ് ആൻഡ് ഇക്വൽ ടു T ലെസ് ആൻഡ് D. നോട്ട് x = x0 പ്ലസ് M/D ഇൻറ്റു T വേർ 0 ലെസ് ആൻഡ് ഇക്വൽ ടു T ലെസ് ആൻഡ് D ഇസ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ കോൺഗ്രുവൻസ്. അപ്പോൾ ഇതാണ് ഒരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ജനറൽ സൊല്യൂഷൻ. ദിസ് തിയറം ഹാസ് എ യൂസ്ഫുൾ കൊറോളറി. Corollary 4.6 the linear congruence Ax congruent to B mod M has a unique solution if and only if GCD A, M equal to 1. അപ്പോൾ GCD 1 ആണെങ്കിൽ എത്ര സൊല്യൂഷൻസേ ഉള്ളൂ? 1. D എണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ. Example 4.20 determine if the congruences 8x congruent to 10 mod 6, 2x congruent to 3 mod 4 and 4x congruent to 7 mod 5 are solvable. Find the number of incongruent solutions when congruence is solvable. അപ്പോൾ ഈ മൂന്നെണ്ണം ഉണ്ട്, മൂന്നെണ്ണം സോൾവബിൾ ആണെന്ന് പറയണം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് വെൻ ദ കോൺഗ്രുവൻസ് ഈസ് സോൾവബിൾ. ഇനി 8x കോൺഗ്രുവൻറ്റ് ടു 10 mod 6 ആണ്. 8 GCD 8,6 2 ആണ്. 2 ഡിവൈഡ്സ് എന്താവണം? 10 ആവണം, ആണല്ലോ. സോ ദ കോൺഗ്രുവൻസ് ഈസ് സോൾവബിൾ ആൻഡ് ഇറ്റ് ഹാസ് GCD എത്രയാണോ അത്രയും 2 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ 6. ഇനി അടുത്തതിനകത്തുള്ള GCD 2,4 2 കിട്ടും. 2 ഡസ് നോട്ട് ഡിവൈഡ് 3, അപ്പോൾ ഇതെന്തല്ല? സോൾവബിൾ അല്ല. അടുത്തത് GCD 4,7 1 ആണ്. അപ്പോൾ യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ എന്നും കിട്ടും. ഓക്കെ.